ഹായ് ഗൈസ്, ഇറ്റ്സ് പൂജ. കുറച്ച് മുന്നേ ഒരു ഇൻസ്റ്റ റീൽസ് കണ്ടു. ഒരു സ്കൂൾ കുട്ടി അവളുടെ സ്കൂളിൽ അവൾക്ക് കിട്ടിയ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നതായിട്ടാണ് ആ റീൽസിലുണ്ടായിരുന്നത് കേട്ടോ. അതായത് ഈ കുട്ടി കുറച്ച് ഡാർക്ക് സ്കിൻഡാണ്, പിന്നെ കുറച്ച് പൈസ ബുദ്ധിമുട്ടുള്ള വീട്ടിൽ നിന്നാണ് ഈ കുട്ടി പഠിക്കാൻ പോകുന്നത്. സോ ആ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കാണാതെ പോകുക, എന്തെങ്കിലുമൊക്കെ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഈ കുട്ടി ആ പ്രശ്നത്തിൽ ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ കുട്ടി ആ സാധനം എടുത്തിട്ടില്ല എന്ന് അറിഞ്ഞാൽ പോലും ഇവർ ഇവളുടെ ബാഗ് ചെക്ക് ചെയ്യുന്നു, യൂണിഫോം ചെക്ക് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും. സോ ഈ കുട്ടി ഇങ്ങനെ പറയാം, ഞാനൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല, ഞാൻ എപ്പോഴും അങ്ങനെ ഒന്നും ചെയ്യാറില്ല, എൻ്റെ അച്ഛനും അമ്മയും എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ എന്താ പറയുക, കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മ അവർ പൈസ തന്നാണ് എന്നെ സ്കൂളിലേക്ക് വിടുന്നത്. എനിക്കൊരു കഷ്ടപ്പാടും കിട്ടാത്ത രീതിക്കാണ് അവർ ചെയ്യുന്നത്. പക്ഷേ സ്കൂളിൽ ഇങ്ങനത്തെ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അധ്യാപകരുടെ അടുത്തുനിന്നും കുട്ടികളുടെ അടുത്തുനിന്നും എനിക്കിങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തരുന്നൊരു കാര്യമാണ്. ദയവ് ചെയ്ത് ആരും ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി ആ വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ കോളേജിൽ, നോട്ട് ഇവൻ സ്കൂൾ, കോളേജിൽ നടന്നൊരു എക്സ്പീരിയൻസ് ഓർമ്മ വന്നു. സോ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കോളേജിൽ, നോട്ട് ഇവൻ മൈ സ്കൂൾ ഡേയ്സ്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഒരു അത്യാവശ്യം വലിയൊരു കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഞാൻ ഹോസ്റ്റലിലാണ് നിന്നുകൊണ്ടിരുന്നത്. സോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂമിൽ, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അവൾ, അവളുടെ റൂമിൽ ഞാൻ മോസ്റ്റ്ലി എല്ലാ ദിവസവും ചില ഈവനിങ്സിലുള്ള റൂമിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അതേപോലെ എന്താണ്, ഏതെങ്കിലും ലീവ് ഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകും. അവളുടെ മാത്രമെന്നല്ല, ഞാൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റൂമിലൊക്കെ നമ്മൾ പോയി ഇരിക്കുമല്ലോ, അതുപോലെയൊക്കെ അവളുടെ റൂമിൽ ഞാൻ പോകാറുണ്ടായിരുന്നു. സോ ഒരു ദിവസം ഇവളുടെ പേഴ്സ് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇവള് വാർഡൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു. സോ നമ്മുടെ സീനിയേഴ്സൊക്കെ സെർച്ച് ചെയ്യണം, സീനിയേഴ്സൊക്കെ അവിടെയുള്ള കുട്ടികളുടെയൊക്കെ ബാഗ്സും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, യൂഷ്വലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹോസ്റ്റലിലല്ലേ, അപ്പോൾ കാണാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സെർച്ച് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മുടെ സീനിയേഴ്സ് കുറച്ച് ചേച്ചിമാരൊക്കെ വന്നിട്ട് സെർച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ എൻ്റെ റൂമിൽ ഞാനും ഉണ്ട്, വേറെ 2 നോർത്ത് ഇന്ത്യൻ കുട്ടികളും ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം റിച്ചുമാണ്, അങ്ങനെയൊക്കെയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കോളേജും ഇങ്ങനെയുള്ള കുട്ടികളും ഇങ്ങനെയുള്ള അന്തരീക്ഷമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് ഫസ്റ്റ് ടൈമാണ്. സോ ഞാൻ എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫാമിലി അങ്ങനെയൊന്നുമല്ല. എൻ്റെ അച്ഛനും അമ്മയും കൃഷിക്കാരാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെയും പഠിപ്പിക്കാൻ വിട്ടാക്കിയത്. എനിക്ക് ഞാൻ പോയി ചേർന്ന കോളേജിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇവർ ഈ പൈസ കണ്ടില്ല എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാൻ വന്നപ്പം എൻ്റെ റൂമിലുള്ള വേറെ 2 കുട്ടികളുണ്ട്. അവരുടെ ജസ്റ്റ് ബാഗ്സ് ഇങ്ങനെ സെർച്ച് ചെയ്തു, ജസ്റ്റ് കബേർഡ് തുറന്ന് ഇങ്ങനെ നോക്കി, അത്ര മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ എൻ്റെ എന്താ പറയുക, A to Z കാര്യങ്ങൾ ഞാൻ അടുക്കി പെറുക്കി വെച്ചിരുന്ന എൻ്റെ കബേർഡ് ഫുൾ സാധനങ്ങൾ എടുത്തിട്ടു. നമ്മൾ ചാർട്ട് ഷീറ്റ് ഉണ്ടാവില്ലേ, നമ്മൾ അസൈൻമെൻറ്റ്സ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നു, ആ ചാർട്ട് ഷീറ്റ് അടക്കം ആ പേപ്പർ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതടക്കം ഫുൾ കീറി നോക്കി. മറ്റേ പില്ലോ കവറിൽ നിന്ന് അതിങ്ങനെ കുടഞ്ഞിട്ടിട്ട് അങ്ങനെയൊക്കെ നോക്കി. അപ്പം എനിക്ക് ഭയങ്കര ഒരുമാതിരി വിയേർഡായിപ്പോയി. അതായത് ഇവരെന്തിനാ എന്നെ മാത്രം ഇങ്ങനെ സെർച്ച് ചെയ്യുന്നത്, അവർ രണ്ടുപേരും അങ്ങനെ നോക്കിയില്ലല്ലോ. എന്നിട്ടും കുറച്ച് വർഷങ്ങളെടുത്തു എനിക്കിത് പ്രോസസ്സ് ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൈൻഡിൽ ഇതിങ്ങനെ വരും, അവരെന്തിനാ എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തതെന്ന്. ആക്ച്വലി എൻ്റെ കൂടെ ഞാൻ പോയിരുന്ന് ഏത് കുട്ടിയുടെ കൂടെയാണോ സംസാരിക്കാൻ വേണ്ടി പോയിരുന്നത്, അവൾക്ക് എൻ്റെ മേലെ സംശയം തോന്നിയിട്ടായിരിക്കാം ഇവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും അവരെന്നെ വന്ന് സെർച്ച് ചെയ്തത്. പക്ഷേ എനിക്ക് മെൻ്റലി ഇപ്പോൾ വരയ്ക്കും, ഞാൻ പാസ് ഔട്ടായിട്ട് തന്നെ 7-8 ഇയേഴ്സോളമായി. പക്ഷേ സ്റ്റിൽ എനിക്ക് ഒരു ട്രോമ പോലെ എൻ്റെ മൈൻഡിലൊരു സൈഡിൽ എപ്പോഴും ഇങ്ങനെ ഈ സാധനം ഉണ്ടാവും. അതിന് ശേഷം അതിൽ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, അവളുടെ തന്നെ റൂംമേറ്റ് ഉണ്ടായിരുന്നു. ആ റൂംമേറ്റാണ് പേഴ്സ് അടിച്ച് മാറ്റിയതും എമൗണ്ട് അടിച്ച് മാറ്റിയതും. അതിന് ശേഷമാണ് അവരറിയുന്നത് ദാറ്റ് ഈ കുട്ടി ഹോസ്റ്റലിലുള്ള കുറേ കുട്ടികളുടെ സാധനങ്ങൾ ഇതേപോലെ അടിച്ച് മാറ്റിയിട്ടുണ്ട്, എമൗണ്ട് ഇങ്ങനെ അടിച്ച് മാറ്റിയിട്ടുണ്ടെന്നുള്ളതൊക്കെ. ഇതിൽ ഏറെ ഹൈലൈറ്റ് ആയ വിഷയം പറഞ്ഞാൽ, ആ കുട്ടി നല്ല റിച്ച് ആയിട്ടുള്ളൊരു വീട്ടിലുള്ള കുട്ടിയായിരുന്നു, ഈ പൈസ അടിച്ച് മാറ്റിക്കൊണ്ടിരുന്നൊരു കുട്ടി. പക്ഷേ എൻ്റെ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്തപ്പം എനിക്ക് ഭയങ്കര ബാഡായി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ ഒരു സംഭവമില്ലേ, അതായത് എനിക്ക് എൻ്റെ മേലുണ്ടായിരുന്നൊരു കോൺഫിഡൻസ്, ഞാൻ എൻ്റെ റൂംമേറ്റ്സിൻ്റെ ഫ്രണ്ടിൽ നാണം കെട്ട ഒരു ഫീലിൽ നിന്നത്, അത് മാറിയില്ല. അത് മേ ബി അവരുടെ മനസ്സിൽ എന്നെക്കുറിച്ച് എന്തായിരിക്കും അവർ ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തോട്ട്സ് എനിക്ക് വന്നു. ഞാൻ ഭയങ്കര വഷളായി. അന്നൊന്നും ഞാൻ അത്ര റിയാക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ റിയാക്ട് ചെയ്യും പോലെ, ഇപ്പം എന്തെങ്കിലും ആരെങ്കിലും എൻ്റെ അടുത്ത് എന്നെ അക്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തിരിച്ച് ഓപ്പോസിറ്റ് സംസാരിക്കാൻ പറ്റുന്ന പോലെ ഒന്നും അന്ന് ഞാൻ അങ്ങനെ ആയിരുന്നില്ല. അതായത് ഇറ്റ് ഡസൻ മീൻ, അതായത് ഇപ്പോൾ നമ്മൾ പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻഡാണ്, അങ്ങനെയൊക്കെ ഇറ്റ് ഡസൻ മീൻ നമ്മൾ മോഷ്ടിക്കും അല്ലെങ്കിൽ വേറെ ആൾക്കാർ. ആൻഡ് മോർ ഓവർ, ഞാൻ എൻ്റെ കോളേജിൽ പഠിച്ച് ഇറങ്ങിയ ആ ഒരു ടൈം വരയ്ക്കും എനിക്ക് യൂസ് ചെയ്യാൻ ആവശ്യങ്ങളുള്ള സാധനങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഒരു ചുമ്മാ പോലും ഞാൻ ആരുടെ അടുത്തുനിന്നും ഒരു സാധനം ബോറോ ചെയ്തിട്ടില്ല, ഇന്ന് വരെയ്ക്കും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കോളേജിൽ പഠിച്ച് ഇറങ്ങിയപ്പോഴും ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തേ സഹായിച്ചിട്ടുള്ള ആരും സാധനങ്ങളും ഞാൻ വാങ്ങിയിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും സാധാരണക്കാരാണ്,
കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പം ഇറ്റ് ഡസൻറ്റ് മീൻ പുവർ ആണെങ്കിൽ, നമ്മൾ ദരിദ്രരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ നമ്മൾ അടിച്ചു മാറ്റും. അങ്ങനെയുള്ളൊരു സംഭവം അതങ്ങനെയല്ല. പിന്നെ ഇപ്പോഴും സ്കൂൾസിൽ, അതിപ്പോൾ ആ കുട്ടി എന്നാ 7, 8 അത്രയും കണ്ടേ പഠിക്കണുള്ളൂ ആ കുട്ടി. അവളുടെ മനസ്സിൽ ഇപ്പോഴേ അങ്ങനെ ഒരു സാധനം ഇൻജെക്റ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവളുടെ ലൈഫിൽ അവൾ എത്ര ദൂരം സഞ്ചരിക്കണം. ആൻഡ് ഒരു ഇൻസ്റ്റഗ്രാം പോലത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ ആ കുട്ടി വന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിനുള്ളിൽ എത്രത്തോളം ഹേർട്ടായിട്ടായിരിക്കും. ഇത് ടീച്ചേഴ്സിൻ്റെ അടുത്ത്, അതായത് അധ്യാപകരാണ് മാതൃകയായിട്ടിരിക്കുന്നത് കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കുട്ടികളെ ബുള്ളി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത അക്യൂസേഷൻസ് ഒക്കെ വെക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടൊന്നുമില്ല. ആൻഡ് ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് പോലും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. അതായത് ഞാൻ സ്ഥിരം പോയി കാണാറുണ്ടായിരുന്ന എൻ്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളുടെ അടുത്ത് പോലും ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായി, നീ പറഞ്ഞിട്ടായിരിക്കില്ല അവരൊന്ന് സെർച്ച് ചെയ്തത്, അവരിങ്ങനെ ചെയ്തത് എനിക്ക് ഹേർട്ടായെന്നുള്ള കാര്യം പോലും ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ യെസ്, ഐ ഗോട്ട് ഹേർട്ട്. ഇപ്പോഴും എൻ്റെ മനസ്സിലൊരു സൈഡിൽ അതങ്ങനെ ഉണ്ട്. ഈ കുട്ടിയുടെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആൻഡ് പ്ലീസ്, എന്താ പറയുക, പെട്ടെന്ന് ആൾക്കാരെന്നെ ജഡ്ജ് ചെയ്തിട്ട് അവരുടെ മേലൊരു അക്യൂസേഷൻ വെക്കുന്നത് ഇറ്റ്സ് നോട്ട് റൈറ്റ്. അത് ലൈഫ് ലോങ് അവരുടെ മനസ്സിലൊരു മായാത്തൊരു മുറിവായിട്ട് കിടക്കും.